പ്രേതകഥകൾ ഇഷ്ടപ്പെടാത്തതായി ആരുമില്ല. കേൾക്കൂ സ്പിരിച്വൽ ഡയറിയിലൂടെ. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അസമയം സെക്കൻഡ് പാർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. കുറേ കഴിഞ്ഞ് അഞ്ജലിയുടെ സ്കോർപിയോ തറവാടിൻ്റെ മുറ്റത്ത് വന്നു നിന്നു. പൂമുഖത്ത് എല്ലാവരും കൂടി നിൽക്കുന്നത് അഞ്ജലി കണ്ടു. "ഡി പാറു, നീ ഇതെവിടേക്കാ പോയേ?" അമ്മ അവളോട് വേവലാതിയോട് ചോദിച്ചു. "ഭഗവതി കാവ് വരെ ഒന്ന് പോയതാ അമ്മേ," അവൾ കള്ളം പറഞ്ഞു. "എന്നാലും ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ നിനക്ക്? വണ്ടി എടുത്ത് ഷൂന്നൊരു പോക്ക്. സതീശൻ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാനില്ലായിരുന്നല്ലോ," ചെറിയമ്മ അവളോട് പറഞ്ഞു. അഞ്ജലി ഒന്ന് ചിരിച്ചു. പെട്ടെന്നൊരാഗ്രഹം തോന്നി കാവിൽ പോയെന്ന് തൊഴണമെന്ന്. "സതീഷേട്ടാ, ഫോണിൽ റേഞ്ച് കാണില്ല, അതാ വിളിച്ചിട്ട് കിട്ടാഞ്ഞ്," അവൾ ചെറിയമ്മയോടും നേരാങ്ങളയോടുമായി പറഞ്ഞു. "അഹങ്കാരം അല്ലാതെന്ത്?" അഞ്ജലിയുടെ നാത്തൂന്മാർ അടക്കം പറഞ്ഞു. കുട്ടികൾ ചീട്ട് കളിക്കാൻ വരാൻ പറഞ്ഞ് അഞ്ജലിയുടെ കയ്യിൽ പിടിച്ച് വലിക്കാൻ തുടങ്ങി. "എട പിശാചുകളെ, പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്," അഞ്ജലിയുടെ വല്യാങ്ങള അയാളുടെ മക്കളെ ശകാരിച്ചു. കുട്ടികൾ ഭയന്ന് അകത്തേക്കോടി. അസമയത്ത് ഇനി യാത്ര വേണ്ട, അഞ്ജലിയുടെ അച്ഛൻ താക്കീത് ചെയ്തു. അവൾ തലകുലുക്കി. തറവാട്ടിലെ എല്ലാവരും ഉറങ്ങിയ സമയം. ജനലിൻ്റെ അടുത്ത് എന്തോ അനക്കം കേട്ട് അഞ്ജലി പോയി ജനൽപ്പാളി വലിച്ചു തുറന്ന് പുറത്തേക്ക് എത്തി നോക്കി. പെട്ടെന്ന് ഒരു ആനയുടെ തുമ്പിക്കൈ ജനലിലൂടെ കടന്നു വന്ന് അഞ്ജലിയുടെ കഴുത്തിൽ ചുറ്റി പിടിച്ചു കഴിഞ്ഞിരുന്നു. അവൾ നിലവിളിച്ചുകൊണ്ട് കുതറി മാറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ആന അതിശക്തനായിരുന്നു. ഒരു അലർച്ചയോടെ അഞ്ജലി ഞെട്ടി ഉണർന്നു. അതൊരു സ്വപ്നമായിരുന്നെന്ന് തിരിച്ചറിഞ്ഞ അഞ്ജലിക്ക് ആശ്വാസമായി. "പാറു, എന്താ പറ്റിയേ? കതക് തുറന്നേ." "എൻ്റെ കൃഷ്ണ, കുട്ടി മിണ്ടല്ലോ, കതക് തുറക്കൂ." വാതിലിൽ ശക്തിയായി അടിച്ചുകൊണ്ട് അമ്മയും ചെറിയമ്മയും നിലവിളിക്കുന്നത് അവൾ കേട്ടു. അവൾ ചെന്ന് കതക് തുറന്നു. പുറത്ത് എല്ലാവരും അമ്പരപ്പോടെ അവളെ നോക്കി നിന്നു. "എന്തിനാ എൻ്റെ കുട്ടി നിലവിളിച്ചത്?" അമ്മയുടെ ചോദ്യം കേട്ട് അഞ്ജലി അവരുടെ നെഞ്ചിലേക്ക് വീണു. അവർ അവളുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു. "എന്തോ കണ്ട് പേടിച്ചിരിക്കണോ," ചെറിയമ്മ പറഞ്ഞു. "അസമയത്തല്ലേ യാത്ര, എനിക്ക് തോന്നിയിരുന്നു എന്തേലും അനർത്ഥമുണ്ടാകുമെന്ന്," അഞ്ജലിയുടെ അച്ഛൻ കുറ്റപ്പെടുത്തും വിധം പറഞ്ഞു. "പാറു, ഇത് നിന്റെ മുമ്പേ ഒന്നുമല്ല," അച്ഛൻ ഓർമ്മപ്പെടുത്തും വിധം അവളോട് പറഞ്ഞു. അന്ന് രാത്രി അമ്മയും അവളോടൊപ്പം കിടന്നു. പിറ്റേന്ന് അഞ്ജലിയെ പിന്തുടർന്നു വന്ന ഷിബു ഉണ്ണി തലശ്ശേരിയിൽ എത്തിച്ചേർന്നിരുന്നു. തലശ്ശേരിയിൽ നിന്ന് 7-8 കിലോമീറ്റർ യാത്ര ചെയ്ത കോലത്ത് ദേശം എന്ന അഞ്ജലി സാബിൻ്റെ ഗ്രാമത്തിൽ എത്തിച്ചേരാം. അഞ്ജലി സാബ് എന്നൊരു പേര് മാത്രമേ ഷിബു ഉണ്ണിക്ക് അറിയൂ. കണ്ടാൽ തിരിച്ചറിയുമെന്നല്ലാതെ അവളുടെ ഫോട്ടോ ഒന്നും അയാളുടെ കയ്യിലുണ്ടായിരുന്നില്ല. അയാൾ പലരോടും അഞ്ജലി സാബിനെ പറ്റി ചോദിച്ചു. അങ്ങനെ ഒരാളെ ആർക്കും അറിയില്ലായിരുന്നു. കാരണം അഞ്ജലി സാബിൻ്റെ ശരിക്കുള്ള പേര് പാർവതി ജഗത് എന്നാണല്ലോ. ഷിബു ഉണ്ണി ദേഷ്യം കൊണ്ട് കത്തിജ്വലിച്ചു. അയാൾ തോക്കെടുത്ത് ദൂരേക്ക് ചുമ്മാ വെടി പൊട്ടിച്ചു. കൂടെ ഉണ്ടായിരുന്ന അനുയായികൾ ഭയന്നു. ബാബു ഭായിയുടെ നെഞ്ചത്ത് ബുള്ളറ്റ് കയറ്റിയിട്ട് പുല്ലുപോലെയാണ് അവൾ കോടികളും കൊണ്ട് കടന്നു കളഞ്ഞത്. "വിടില്ല ഞാൻ അവളെ," ഷിബു ഉണ്ണി ഗർജിച്ചു. ഇതേ സമയം അഖിൽ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുകയായിരുന്നു. അഞ്ജലി സാബ് അറിയാതെ കാവിൽ നിന്ന് പണമടങ്ങിയ ആ ബാഗ് അടിച്ചു മാറ്റുക, അതായിരുന്നു അവൻ്റെ പ്ലാൻ. കേട്ടപ്പോൾ അരുൺ കൃഷ്ണന് ഭയം തോന്നി. "പദ്ധതി എങ്ങാനും പാളിയ സാബ് നമ്മളെ കൊല്ലും ഭായി," അരുൺ കൃഷ്ണൻ പറഞ്ഞു. "അതിനു മുൻപ് സാബിനെ നമ്മൾ കൊല്ലും, അപ്പോൾ പിന്നെ നോ പ്രോബ്ലം," അഖിൽ പറഞ്ഞു. "ഒരു കൊലപാതകം ചെയ്യാതെ ആ ബാഗ് കടത്താൻ നോക്കാം. ഇന്ന് രാത്രി നമ്മളാ എന്തോന്നാ ആ കാവിൻ്റെ പേര്? കരിമ്പടം കാവ്. കരിമ്പടം കാവിൽ നിന്ന് ബാഗ് പൊക്കിയിരിക്കും." അഖിലിൻ്റെ വാക്കുകൾ മൂർച്ചയുള്ളതായിരുന്നു. അങ്ങനെ രാത്രിയായി. പതിവ് പോലെ 8 മണിയായപ്പോൾ ഷൈനി റഷീദ് റഹ്മാൻ്റെ കടയിൽ നിന്ന് അവളുടെ ചേച്ചിയുടെ മക്കൾക്ക് 2 പാക്കറ്റ് EP നൂഡിൽസും ഒരു ലേസും വാങ്ങി ഓട്ടോയിലേക്ക് കയറി വീട്ടിലേക്ക് തിരിച്ചു. തലശ്ശേരിയിലെ സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കുകയാണ് ഷൈനി. അപ്പോൾ കരിമ്പടൻ കാവിൻ്റെ സമീപത്ത് ഒമിനി വാനിൽ വന്നിറങ്ങിയ അഖിലും അരുൺ കൃഷ്ണനും ചുറ്റുമൊന്ന് പരതിയിട്ട് കാവിലേക്ക് കയറിപ്പോയി. കാവിൻ്റെ കുറച്ച് അകലെയുള്ള മറ്റൊരു വഴിയിലൂടെയാണ് ഷൈനിയുടെ വീട്ടിലേക്ക് പോകുന്നത്. കാവിൻ്റെ സമീപം ഒരു ഒമിനി വാൻ കിടക്കുന്നത് ഷൈനിയുടെ കണ്ണിൽപ്പെട്ടു. അവൾ ഓട്ടോ തിരിച്ചു. ബാഗും എടുത്തുകൊണ്ട് അഖിലും
അരുൺ കൃഷ്ണനും പുറത്തേക്ക് നടന്നു. പെട്ടെന്ന് കാവിൻ്റെ മുന്നിൽ ഒരു ആന നിൽക്കുന്നത് കണ്ട് അഖിലും അരുൺ കൃഷ്ണനും ഭയന്നുപോയി. ശക്തമായി കാറ്റ് വീശാൻ തുടങ്ങിയത് പെട്ടെന്നായിരുന്നു. അഖിലും അരുൺ കൃഷ്ണയും ബാഗ് എവിടെ ഇട്ടിട്ട് പാതി ഇടിഞ്ഞു പൊളിഞ്ഞ കാവിൻ്റെ മതി ചാടി ഓടിച്ചെന്ന് വാനിൽ കയറി. വാൻ സ്റ്റാർട്ട് ചെയ്യാൻ അഖിൽ ശ്രമം തുടങ്ങി. അപ്പോൾ ആന തുമ്പിക്കൈ ഉയർത്തി ഓടി വരുന്നത് കണ്ട് അവർ നിലവിളിച്ചു പോയി. പെട്ടെന്ന് വാൻ സ്റ്റാർട്ടായി. അഖിൽ വേഗം റിവേഴ്സ് എടുത്ത് വാൻ വെട്ടിത്തിരിച്ചു. എതിരെ വന്ന ഷൈനിയുടെ ഓട്ടോയിൽ ഇടിക്കാതെ വാൻ മിന്നൽ പോലെ കടന്നുപോയി. നിയന്ത്രണം വിട്ട ഷൈനിയുടെ ഓട്ടോ നേരെ പോയി ഒരു പൊന്തക്കാട്ടിൽ കയറി നിന്നു. ഏത് നായിൻ്റെ മക്കളാടാ അത്? ഓട്ടോയിൽ നിന്ന് ചാടിയിറങ്ങിയ ഷൈനി അലറി. അപ്പോൾ കാവിൻ്റെ മുന്നിൽ കിടന്ന ബാഗ് അവളുടെ കണ്ണിൽപ്പെട്ടു. അമ്പരപ്പോടെ ഷൈനി ചെന്ന് ആ ബാഗ് തുറന്നു നോക്കി. ഈശ്വര, ഈ ബാഗ് നിറച്ചും ക്യാഷാണല്ലോ, അവൾ അടക്കം പറഞ്ഞു. അവൾ വേഗം ആ വലിയ ബാഗ് നിലത്തുകൂടി വലിച്ച് ഓട്ടോയുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമം ആരംഭിച്ചു. അപ്പോൾ കാവിനുള്ളിലെ കാഞ്ഞിര മരത്തിന് പിന്നിൽ തീക്കനൽ പോലെ 2 കണ്ണുകൾ പ്രത്യക്ഷമായി. ഷൈനി ഒരു വിധത്തിൽ ആ ബാഗ് വലിച്ചുകൊണ്ട് വന്ന് ഓട്ടോയുടെ പിന്നിലെ സീറ്റ് പുറകോട്ട് ചായച്ചു വെച്ചിട്ട് ബാഗ് കയറ്റിവെച്ചു. അപ്പോൾ കാഞ്ഞിര മരത്തിന് പിന്നിൽ നിന്ന് കരിമ്പടം പുതച്ച ആൾ ജ്വലിക്കുന്ന കണ്ണുകളോടെ ഇറങ്ങി വന്നു. കൂർത്ത പല്ലുകൾ കാട്ടി കരിമ്പടനൊന്നു ചിരിച്ചു. പെട്ടെന്ന് കരിമ്പടൻ്റെ ദൃഷ്ടി ഷൈനിയുടെ കയ്യിൽ കിട്ടിയിരുന്ന രക്ഷയിൽ പതിച്ചു. ഷൈനി ഓട്ടോയുടെ സൈഡ് ഗ്ലാസ്സിലൂടെ കാവിൻ്റെ മുന്നിൽ ആരോ നിൽക്കുന്നത് ഒരു മിന്നായം പോലെ കണ്ടു. അവൾ തിരിഞ്ഞു നോക്കിയതും കരിമ്പടൻ മതിലിനപ്പുറം താഴ്ന്നുപോയി. അവൾ പെട്ടെന്ന് ഓട്ടോ സ്റ്റാർട്ട് ചെയ്ത് വേഗത്തിൽ ഓടിച്ചു. ഇതേ സമയം അഞ്ജലി റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി തെക്കിനിയിലേക്ക് നടന്നു. അവിടെ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവൾ ഫോണെടുത്ത് അഖിലിനെ വിളിച്ചു. 1-2 വട്ടം റിങ് ചെയ്ത് നിന്ന ശേഷം വീണ്ടും ട്രൈ ചെയ്തപ്പോഴാണ് അഖിൽ കോൾ എടുത്തത്. നീ ഇതെവിടെയാ? എത്ര നേരം കൊണ്ട് വിളിക്കുക? ഫോൺ സൈലൻ്റ് ആയിരുന്നു. ഇന്ന് രാത്രി 12 മണിക്ക് കാവിൽ നിന്ന് ആ ബാഗ് എടുക്കണം, അഞ്ജലി പറഞ്ഞു. അഖിലിൻ്റെ കണ്ണുകളിൽ ഭയം ഉറഞ്ഞുകൂടി. ഫോണിരുന്ന അവൻ്റെ കൈ വിറച്ചു. ഓക്കെ സാബ്, വിറയാർന്ന ശബ്ദത്തിൽ അവൻ പറഞ്ഞു. ഇന്ന് രാത്രി 12 മണിക്ക് കാവിൽ നിന്ന് ബാഗ് എടുക്കണമെന്ന്. ഷോ, അഖിൽ അരുൺ കൃഷ്ണനോട് പറഞ്ഞു. ആ ബാഗ് അവിടെ തന്നെ കിടന്നാൽ മതിയായിരുന്നു, അരുൺ കൃഷ്ണൻ ഭീതിയോടെ പറഞ്ഞു. ഇതേ സമയം വീട്ടിലെത്തിയ ഷൈനി ആ ബാഗ് വിറകുപുരയിൽ ഒളിപ്പിച്ചു കഴിഞ്ഞിരുന്നു. അവളുടെ മുഖത്തെ പരിഭ്രമം അമ്മയും ചേച്ചിയും ചോദ്യം ചെയ്യുകയുണ്ടായി. ഒന്നുമില്ലെന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞുമാറി. മുറിയിൽ കയറി വാതിലടച്ച ശേഷം ഷൈനി റഷീദ് റഹ്മാനെ ഫോണിൽ വിളിച്ച് ആ പണമടങ്ങിയ ബാഗിനെ പറ്റി പറഞ്ഞു. റഷീദ് റഹ്മാനും ഷൈനിയും ബാല്യകാല സുഹൃത്തുക്കളും സഹപാഠികളുമായിരുന്നു. അതുകൊണ്ടാണ് അവൾ റഷീദിനോട് ഈ വിവരം പറഞ്ഞത്. അൻ്റെ കഷ്ടപ്പാട് കണ്ട് ഭൂതങ്ങൾ തന്ന നിധിയാത്. ഇത് ആരോടും പറയാനൊന്നും നിൽക്കണ്ട, റഷീദ് റഹ്മാൻ പറഞ്ഞു. എനിക്ക് വല്ലാതെ പേടിയാകുന്നു. പേടിക്കാണ്ടിരി, ഭൂതങ്ങൾ തന്ന നിധിക്ക് അവകാശം പറഞ്ഞുകൊണ്ട് ഒരു ജിന്നും വരില്ല, റഷീദ് റഹ്മാൻ ഉറപ്പിച്ചു പറഞ്ഞു. 11:30 കഴിഞ്ഞപ്പോൾ അഞ്ജലി തറവാട്ടിൽ നിന്ന് പുറത്തു കടന്നു. സ്കോർപിയോ ന്യൂട്രലാക്കി അവൾ മുന്നോട്ട് നീങ്ങി. തലശ്ശേരിയിൽ ചെന്ന് അഖിലിനെയും അരുൺ കൃഷ്ണനെയും കൂട്ടി അവൾ കരിമ്പടൻ കാവിലേക്ക് പാഞ്ഞു. അഖിലും അരുൺ കൃഷ്ണനും ഭയന്ന് വണ്ടിയിൽ മിണ്ടാതെയിരുന്നു. കാവിലെ ആൽമരത്തിൻ്റെ വേരുകൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ച ബാഗ് അപ്രത്യക്ഷമായിരിക്കുന്നത് കണ്ട് അഞ്ജലി വേവലാതിപ്പെട്ടു. അഖിലെ, ആ ബാഗ് കാണുന്നില്ല, അഞ്ജലി സാബ് പരിഭ്രമത്തോടെ പറഞ്ഞത് കേട്ട് അഖിൽ ഭീതിയോടെ അരുൺ കൃഷ്ണനെ ഒന്ന് നോക്കി. സാബ് ഞങ്ങളോട് ക്ഷമിക്കണം, അഞ്ജലി അവനെ അമ്പരപ്പോടെ നോക്കി. കുറേ നേരം മുൻപ് പണം അടിച്ചു മാറ്റാൻ ശ്രമം നടത്തിയ കാര്യം അഖിൽ തുറന്നു പറഞ്ഞു. അത് കേട്ട് അഞ്ജലി ഒന്ന് ഞെട്ടി. ആ ബാഗ് ആരെടുത്തോണ്ട് പോയെന്ന് ഞങ്ങൾക്കറിയില്ല സാർ. ഒറ്റയാനെ കണ്ട് ഞങ്ങൾ ജീവനം കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു, അഖിൽ കരയും വിധം പറഞ്ഞു. പണ്ട് മുതലേ നിനക്ക് കുരുട്ടുബുദ്ധിയ, അഖിലിനെ നോക്കി അഞ്ജലി ഗർജിച്ചു. അന്തേരി ബാബുവിൻ്റെ ദർബാറിൽ കടന്ന് അവൻ്റെ നെഞ്ചിൽ വെടിപ്പൊട്ടിച്ച് 500 കോടിയും കൊണ്ട് ഒരു പൂച്ചക്കുഞ്ഞു പോലും അറിയാതെ രായ്ക്ക് രായ്മാനം കടന്നവളായി അഞ്ജലി.
എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും കൊല്ലുക എന്നത് ഒരു പൂ പറിക്കുന്ന പോലെയുള്ളൂ. അഞ്ജലിയുടെ വാക്കുകളിൽ തീ പടർന്നിരുന്നു. പെട്ടെന്ന് അവളുടെ കയ്യിൽ ഗണ്ണ് കണ്ട് അരുൺകൃഷ്ണൻ ഞെട്ടി. അയ്യോ, എന്നെ കൊല്ലല്ലേ സാബേ, എല്ലാം ഈ കൊടക്കമ്മയുടെ പ്ലാനിങ്ങാ. അരുൺകൃഷ്ണൻ നിലവിളിച്ചു പോയി. നിങ്ങൾക്കറിയോ, ബാബയുടെ മകനെ രക്ഷിക്കാനാണ് ആ പണം. ബാബയ്ക്ക് ഞാൻ കൊടുത്ത വാക്ക് അത് വെറും പാഴ്വാക്കായി. എല്ലാം നിങ്ങൾ കാരണമാണ്. അഞ്ജലി രോക്ഷം കൊണ്ടു. അഞ്ജലി മുംബൈയിലെ ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന കാലം. ഒരു ദിവസം അവളുടെ ഫ്ലാറ്റിനടുത്ത് നടന്ന ഒരു കൊലപാതകത്തിന് അവൾക്ക് സാക്ഷിയാകേണ്ടി വന്നു. അവളത് പോലീസിനോട് പറഞ്ഞു. അന്തേരി ബാബുവിൻ്റെ ആളുകളായിരുന്നു അത് ചെയ്തത്. കൊല്ലപ്പെട്ടത് ബാബ എന്ന് വിളിക്കുന്ന മറ്റൊരു അണ്ടർവേൾഡ് കിങ്ങായ രൂപേഷ് കൈലാസത്തിന് വലങ്കയായിരുന്നു. അഞ്ജലി കാരണം അന്തേരി ബാബുവിന് കേസിൽ നിന്ന് തലയൂരാൻ ലക്ഷങ്ങൾ ചിലവാക്കേണ്ടി വന്നു. അതുകൊണ്ട് അയാൾ അഞ്ജലിയെ വകവരുത്താൻ തന്നെ തീരുമാനിച്ചു. അയാളുടെ ആളുകൾ അഞ്ജലിയെ പിന്തുടർന്നു. ബാബുവിൻ്റെ തോക്കിൻ്റെ മുന്നിൽ നിന്ന് അഞ്ജലിയെ രക്ഷിച്ചത് രൂപേഷ് ബാബയാണ്. അധോലോകത്തേക്കുള്ള അഞ്ജലിയുടെ ചുവടുവയ്പ് അവിടെ തുടങ്ങുകയായിരുന്നു. അന്തേരി ബാബുവിൻ്റെ കളികൾ ശക്തമായതോടെ രൂപേഷ് ബാബയുടെ സാമ്രാജ്യങ്ങൾ ഓരോന്നായി തകർന്നടിയാൻ തുടങ്ങി. ബാബയുടെ ജീവിതം ധാരാവിയിലെ ഒരു ചേരിയിലേക്ക് ഒതുങ്ങി. കൊടുക്കാനുള്ള ക്യാഷിൻ്റെ പേരിൽ ഒരു മാർവാടി ബാബയുടെ ഒരേ ഒരു മകനായ ജിഷ്ണുവിനെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. അവനെ വിട്ടുകിട്ടണമെങ്കിൽ 100 കോടി രൂപ മാർവാടിക്ക് കൊടുക്കണം. അഞ്ജലി പറഞ്ഞത് കേട്ട് അഖിലും അരുൺകൃഷ്ണനും തരിച്ചു നിന്നുപോയി. ആ ക്യാഷ് നിങ്ങൾ എന്തു ചെയ്തു? സത്യം പറഞ്ഞു, ഇല്ലേ തീർക്കും ഞാൻ രണ്ടിനെ. അഞ്ജലി ഗർജിച്ചു. സാബ്, ഞാൻ പറഞ്ഞത് സത്യമാണ്. ആനയെ കണ്ട് ഭയന്നോടിയ ഞങ്ങൾ ഇവിടെ ബാഗ് കളഞ്ഞിട്ടാ പോയത്. ബാഗ് വേറെ ആരുടെയോ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ കണ്ടെത്തും. ഷുവർ സാർ, അഖിൽ പറഞ്ഞു. അഞ്ജലി അവളുടെ കയ്യിലിരുന്ന ഒരു തോക്ക് അഖിലിൻ്റെ കയ്യിലേക്ക് ബലമായി വെച്ചു കൊടുത്തു. ഇതിരിക്കട്ടെ, ആ ബാഗ് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വയം വെടിവെച്ച് മരിച്ചേക്കണം. ചുമ്മാ എന്നെക്കൊണ്ട് കൊലപാതകം ചെയ്യിപ്പിക്കരുത്, അഞ്ജലി തീർത്തും പറഞ്ഞു.